ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് 2021 മുതൽ 24 വരെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ GK പാർട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിലുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 1. താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. 3, 2, 1, 4. പഴശ്ശി കലാപം, കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, മലബാർ കലാപം. 2. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി. നാനാ സാഹിബ്, കാൺപൂർ, കുൻവർ സിംഗ്, അറേ, ഷാമൽ, ബറാത്ത്, മൗലവി അഹമ്മദുള്ള ഷാ, ഫൈസാബാദ്. 3. ഇന്ത്യയിലെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ സി. 2, 3 മാത്രം. സിന്ധു നദീതട സംസ്കാര സ്ഥലമായ ധോലവീരയെ യുനെസ്കോ 2021 ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു. 2021 വരെയുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 40 സ്ഥലങ്ങളുണ്ട്. 4. ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലയളവാണ് സായിദ്. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു. 5. താഴെ പറയുന്നവയിൽ ഏത് തരം പാറകളാണ് അവയുടെ ഉദാഹരണവുമായി ശരിയായി പൊരുത്തപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി. 1ഉം 3ഉം മാത്രം ശരിയാണ്. ആഗ്നേയശില, ബസാൾട്ട്, രൂപാന്തര ശിലകൾ, മാർബിൾ. 6. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം 2022 ഫെബ്രുവരിയിൽ EOS-4 ഭൂനിരീക്ഷണ ഉപഗ്രഹം ഉപയോഗിച്ച് PSLV C-52 വിജയകരമായി വിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉപഗ്രഹം EOS-4 പ്രാവർത്തികമാക്കിയത് UR റാവു ഉപഗ്രഹ കേന്ദ്രം, ബാംഗ്ലൂർ. എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-4 എന്ന ഉപഗ്രഹം. വാഹനം 2 ചെറിയ ഉപഗ്രഹങ്ങളും സ്ഥാപിച്ചു. 7. താഴെ പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് കാരണമായത്? ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം 3ഉം മാത്രം. സർക്കാരിന് ഉയർന്ന ധനക്കമ്മി, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, കുറഞ്ഞ വിദേശ നാണ്യ കരുതൽ ശേഖരം. 8. ഹെഡ് കൗണ്ട് അനുപാതം ഡാഷ് എന്നതിന്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. ദാരിദ്ര്യം. 9. 2021-22 സാമ്പത്തിക സർവേ പ്രകാരം മഹാമാരിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കുറവായി ബാധിച്ചത്? ആൻസർ ഓപ്ഷൻ ബി. കാർഷിക മേഖല. 10. ടിക് എന്തിന്റെ വെക്ടറാണ്? ആൻസർ ഓപ്ഷൻ ബി. മലേറിയ. 11. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ സി. ആർദ്രം. 12. ഇന്ത്യയിൽ COVID-19 വാക്സിനേഷൻ ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി. 16/1/2021. 13. താഴെ പറയുന്നവയിൽ ദൃശ്യപ്രകാശത്തിന് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി. കാഡ്മിയം. 14. 2022 ഫെബ്രുവരി 14 ISROയുടെ PSLV C-52 റോക്കറ്റ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. CMS-1. 15. ജലീയ ലായനിയിൽ ലിഥിയം സീസിയത്തേക്കാൾ ശക്തമായി കുറയ്ക്കുന്ന ഏജന്റാണ്. കാരണം? ആൻസർ ഓപ്ഷൻ സി. ലിഥിയം അയോണിന്റെ ജലാംശം കൂടുതലാണ്. 16. 2021 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം
ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് ഡബ്ല്യു.സി. മാക്മില്ലനും സംയുക്തമായി നൽകിയതെന്തിന്? ആൻസർ ഓപ്ഷൻ ബി. അസമമായ ഓർഗാനോ കാറ്റലിസിസിന്റെ വികസനം. 17. മഹാനായ ജർമ്മൻ എഴുത്തുകാരൻ ഡബ്ല്യു.ജി. സെബാൾഡിന്റെ സ്മരണയ്ക്കായി വിശിഷ്ട എഴുത്തുകാരി ശ്രീമതി അരുന്ധതി റോയ് നടത്തിയ പ്രഭാഷണത്തിന്റെ തലക്കെട്ടായിരുന്നു ഇൻ വാട്ട് ലാംഗ്വേജ് ഡസ് ദി റെയിൻ ഫോൾ ഓവർ ടോർമെന്റ് സിറ്റീസ്. ഈ പ്രഭാഷണത്തിന്റെ വാചകം ഉൾപ്പെടുത്തിയ അരുന്ധതി റോയുടെ കൃതിയുടെ പേര് നൽകുക. ആൻസർ ഓപ്ഷൻ സി. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ. 18. 65ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ തുളുവിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ച അഭയ സിംഹ സംവിധാനം ചെയ്ത തുളു ഭാഷാ ചിത്രത്തിലെ കഥാപാത്രങ്ങളാണ് സുഗന്ധിയും മാധവനും. തീരദേശ കർണാടകയിലെ മെഗവീര കമ്മ്യൂണിറ്റിയുടെ പശ്ചാത്തലത്തിൽ വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തിന്റെ പുനരാഖ്യാനമായ ഈ ചിത്രത്തിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി. പടായി. 19. ആരാണ് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി. ടിം ബെർണേഴ്സ്-ലീ. 20. ഡാഷ് എന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആർ എ സർവീസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഉദാഹരണമാണ്. ആൻസർ ഓപ്ഷൻ എ. ആമസോൺ വെബ് സേവനം EC2. ഇതൊരു മെയിൻ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് 20 ക്വസ്റ്റ്യനകത്ത് GK പാർട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 37/23. 1. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി. ചട്ടമ്പി സ്വാമികൾ. 2. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ആൻസർ ഓപ്ഷൻ എ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 3. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി. ഒറ്റപ്പാലം. 4. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ ഡി. രാജാറാം മോഹൻ റോയ്. 5. താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ. ആക്ട് ഓഫ് 1919. 6. 1920 INC സെക്ഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെക്ഷൻ നടന്നത്? ആൻസർ ഓപ്ഷൻ ബി. നാഗ്പൂർ. 7. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി. മാവോ സേതുങ്. 8. താഴെ തന്നിരിക്കുന്നവയിൽ UNOയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ. ജർമ്മൻ. 9. നബീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ദേശീയ ഉദ്യാനം? ആൻസർ ഓപ്ഷൻ ഡി. കുനോ. 10. ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ സി. MG വാസുദേവൻ നായർ. 11. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും മധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു. കരയും കടൽക്കാറ്റും വാണിജ്യവാദത്തിന് ഉദാഹരണങ്ങളാണ്. വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് വാണിജ്യവാദം ഏറ്റവും നന്നായി വികസിക്കുന്നത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി. 1ഉം 3ഉം മാത്രം. ഏതൊക്കെയാണ്? ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും മധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു. വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു. 12. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ. പോത്തുണ്ടി, ഭാരതപ്പുഴ, പെരിങ്ങൽകുത്ത്, ചാലക്കുടി, ചെങ്കുളം, മുതിരപ്പുഴ, പേപ്പാറ, കരമന. 13. ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി. 4 മാത്രം. ആഗ്നേയ ശിലകൾക്ക് പാളികളുള്ള ഘടനയുണ്ട്. 14. താഴെ കൊടുത്തിരിക്കുന്ന എത്ര ജോഡികൾ ശരിയായി പൊരുത്തപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി. 2 ജോഡി മാത്രം.
15 2021 മാർച്ചിൽ സൂയസ് കനാലിന്റെ തെക്കേ അറ്റത്ത് കുടുങ്ങിയ ചരക്ക് കപ്പലിന്റെ പേര് നൽകുക. ആൻസർ ഓപ്ഷൻ ഡി, എവർ ഗിവൺ. 16 റവന്യൂ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അറ്റ റവന്യൂ രസീതുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആകെ ചിലവ് ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ധനക്കമ്മി. 17 നിർമ്മാണം ഡാഷിന്റെ ഭാഗമാണ്. ആൻസർ ഓപ്ഷൻ ബി, ദ്വിതീയ മേഖല. 18 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, ഒന്ന് മാത്രം. ട്രാൻസ്ഫർ പേയ്മെന്റുകൾ വ്യക്തിഗത വരുമാനത്തിന്റെ ഭാഗമാണ്. 19 ഇന്ത്യയിൽ GDP-യുടെ മേഖലാ സംഭാവനയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, ഒന്നും രണ്ടും മാത്രം. പ്രാഥമിക മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ദ്വിതീയ മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. 20 സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച നയ സംയോജനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന. 21 മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി, ഹൻസ ജീവരാജ് മെഹ്ത. 22 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. 23 ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ പരിഗണിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1956 ശുപാർശ ചെയ്തത്. 24 സംസ്ഥാന നയത്തിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സംബന്ധിച്ച താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണിത്. 25 കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ വിശദീകരണം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, പാർലമെന്റ് പാസാക്കിയ നിയമവുമായി എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. 26 തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വിൻസെന്റ് ഡി ഗൂർനെ. 27 ടോൾ ഫ്രീ നമ്പർ 1800114000 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ആൻസർ ഓപ്ഷൻ ബി, ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ. 28 ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം 4ഉം മാത്രം. ഇന്ത്യയിൽ ഇന്ന് 8 ദേശീയ പാർട്ടികളുണ്ട്. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത വോട്ടിന്റെ 6% ലോക്സഭയിലെ 4 അംഗങ്ങളും ആവശ്യമാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. 29 ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഈ നിയമത്തിന് 2013 സെപ്റ്റംബറിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. സോഷ്യൽ ഇമ്പാക്ട് പഠനം നിർബന്ധമായും നടത്തണം. ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഈ നിയമം ശരിയായി അംഗീകരിച്ചു. നിയമത്തിന്റെ 25-ാം വകുപ്പ് ഭൂ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം 3ഉം മാത്രം. 30 എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത്?
ആൻസർ ഓപ്ഷൻ എ 1922. 31. 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ എ ടോക്കിയോ. 32. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2017. 33. താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? ആൻസർ ഓപ്ഷൻ ബി വാസന്തി. 34. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പുലിക്കളി. 35. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി? ആൻസർ ഓപ്ഷൻ ഡി 4. 36. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ഒഡീഷ. 37. കൈകൊണ്ട് വരച്ച ഒരുതരം തുണിത്തരമാണ് കലങ്കാരി പെയിന്റിംഗ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണിത് നിർമ്മിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 38. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജ്ഞാന നിക്ഷേപം. 39. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ബില്യാർഡ്സ്. 40. ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി രാധിക മേനോൻ. 41. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാഷെ. 42. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സിസ്റ്റം കോളുകൾ. 43. IPv4 അഡ്രസ് ഒരു ഡാഷ് ബിറ്റ് അഡ്രസ് ആണ്? ആൻസർ ഓപ്ഷൻ ബി 32. 44. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി TCP/IP. 45. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000 IT ആക്ടിന്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 4. 46. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകാത്ത അസുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പോളിയോ മെയിലൈറ്റിസ്. 47. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. 48. ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്നും എത്ര ശതമാനം വൈദ്യുതി വരുന്നു? ആൻസർ ഓപ്ഷൻ എ 3%. 49. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സഹ്യാദ്രി പർവ്വതനിര. 50. അന്തരീക്ഷ ആർദ്രത അളക്കാൻ താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ. ക്വസ്റ്റ്യൻ പേപ്പർ 47/23. 1. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി 1498. 2. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ആൻസർ ഓപ്ഷൻ സി ശ്രീരംഗപട്ടണം ഉടമ്പടി. 3. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 4. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ കെ കേളപ്പൻ. 5. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിൽ കുത്തിവെച്ചിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ എ ദിവാൻ ഇ ഖാസ് ഡൽഹി. 6. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ബി വിവേകാനന്ദൻ. 7. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി? ആൻസർ ഓപ്ഷൻ ഡി ദാദാബായി നവറോജി. 8.
ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം. 9. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഫസൽ അലി. 10. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ്. 11. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഇതിനകത്ത് ശരി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 1ഉം 2ഉം മാത്രം. 12. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. താമരശ്ശേരി ചുരം, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിന്റെ ശരിയായ ക്രമം ഇനി പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 3, 2, 4. എങ്ങനെയാണ്? താമരശ്ശേരി ചുരം, കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. 13. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. 14. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. 15. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആഫ്രിക്കൻ സവന്ന. 16. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ PM ഗതിശക്തി. 17. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ശരാശരി 7.9%. 18. താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുക, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക, വിദേശ വ്യാപാരവും പേയ്മെന്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും. 19. നീതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. 20. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിന് ലഭിച്ചു? ആൻസർ ഓപ്ഷൻ ബി ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. 21. വെബറിന്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 1, 3, 4 മാത്രം. തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. സെഡോ ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി സ്ത്രീകൾ. 23. വിവരാവകാശ നിയമം RTI നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2005. 24. മനുഷ്യ അവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി VR കൃഷ്ണ അയ്യർ. 25. ഋഷി സുനകിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ആൻസർ ഓപ്ഷൻ എ ലിസ്ട്രസ്. 26. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ
389. 27. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 3, 1, 2, 4. ചമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം, മിനേർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെന്റ്. 28. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉള്ളതും ഭൂമിയുടെ വരുമാനം അഥവാ നികുതി സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിന്റെ പേര്? ആൻസർ ഓപ്ഷൻ ഡി റയോത്വാരി സമ്പ്രദായം. 29. പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റ് കേട്ടോ. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 30. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 355. 31. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ തപ്പും ചെണ്ടയും. 32. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ചീരമ കവി. 33. 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ചൈന. 34. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി യാച്ച് റേസിംഗ്. 35. ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കബഡി. 36. ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. 37. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ ബി ഭാർഗവൻ പിള്ള. 38. പി.ടി. ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്? ആൻസർ ഓപ്ഷൻ ബി ലോസ് ഏഞ്ചലസ്. 39. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി BCCI. 40. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ആൻസർ ഓപ്ഷൻ എ ഭോപ്പാൽ. 41. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ് ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. 42. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി 1, 2. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. 43. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്പൂളിംഗ്. 44. റാൻഡം വെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 45. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി ഫോക്കൽ ഫോസ. 46. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രം. CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. മിഷൻ EOS 3 വിജയിച്ചില്ല. 47. DRDOയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. INSAS ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. 48. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ്
വൈഡാൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ സി, ടൈഫോയിഡ്. 49. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ചിപ്കോ പ്രസ്ഥാനം. 50. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം? ആൻസർ ഓപ്ഷൻ ഡി, നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 38/2024. 1. 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, നാഗാലാൻഡ്. 2. വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938-ൽ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. 3. 1933-ൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഹരിജൻ യാത്ര അഥവാ പര്യടനം. 4. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പുരാണക്കില. 5. വയനാട്ടിലെ കാടുകളിൽ 1812-ലെ കൊളോണിയൻ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ എ, രാമൻ നമ്പി. 6. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. 7. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി, 1991. 8. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂറംബർഗ്. 9. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആൻസർ ഓപ്ഷൻ എ, ജീൻ ജാക്വസ് റൂസോ. 10. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, പോർച്ചുഗീസ്. 11. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ആൻസർ ഓപ്ഷൻ സി, കോഴിക്കോട്. 12. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, 1, 3. താതപ്പാനി, പുക. 13. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, മണൽക്കല്ല്, സിസ്റ്റ്. 14. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, പോളികോണിക്. 15. 2024-ലെ പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പം വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ജപ്പാൻ. 16. ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1, 3 മാത്രം. മാർജിനൽ സ്റ്റാൻഡേർഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. 17. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. 18. ഫാക്ടറി ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ആൻസർ ഓപ്ഷൻ എ, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. 19. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി, 9ാം പഞ്ചവത്സര പദ്ധതി.
എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. 22, 21 താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. 22 വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGP-യുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2 മാത്രം. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. 23 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. 24 COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 25 ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്നും 50-ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജാർഖണ്ഡ്. 26 ഒരു ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. 27 ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. 28 പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അഥവാ അനുച്ഛേദങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി, 2, 3 മാത്രം. 48A, 51A. 29ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 100-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2 മാത്രം. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. 31 2023-ൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരസ്. 32 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ആൻസർ ഓപ്ഷൻ സി, അഗ്നിസാക്ഷി. 33 ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, റസൂൽ പൂക്കുട്ടി. 34 ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ആൻസർ ഓപ്ഷൻ ഡി, 18,426. 35 കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, SL പുരം സദാനന്ദൻ. 36 ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, S ഗുപ്തൻ നായർ. 37 കുമാരനാശാൻ അന്തരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1924. 38 കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജി അരവിന്ദൻ. 39
2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. 40 കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം. 41 താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി ഹബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. 42 കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം. ആൻസർ ഓപ്ഷൻ സി കാഷെ മെമ്മറി. 43 ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്നും കാർഡ് നമ്പറുകൾ, ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലെയുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ആൻസർ ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്. 44 സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 45 ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ആൻസർ ഓപ്ഷൻ ബി ഗൂഗിൾ. 46 താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 47 താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. 48 താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി IXPE. 49 ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുമുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. 50 സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് IL1ന്റെ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 47/24. 1 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം. 1, 2, 3, 4. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. 2 ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി മരുതം, തണ്ണീർത്തട കൃഷി, പാലായി, കൊള്ളയടിക്കുന്നു, മുല്ലായി, മൃഗസംരക്ഷണം, നെയ്തൽ, ഉപ്പ് നിർമ്മാണം. 3 ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ഗാന്ധി.
നാലാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത് നോക്കാം. 5. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥക്കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിലുള്ളവയെല്ലാം. ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CP, ML. 6. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23-ന് താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, രാജ്ഗുരു. 7. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹ. 8. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2, 4. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1949-ൽ ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. 9. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ സി, വിഷ്ണു ഡിയോ സായി. 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. 11 നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. 12. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പാലച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്കുമലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, മുകളിൽ പറഞ്ഞത് എല്ലാം. 13. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹലയനായിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? മുകളിലുള്ളവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. 14. പാമ്പാടും ചോല ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി. 15. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് സ്പേസ് എന്നു പേരെയുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. സ്പേസ് എന്നാൽ ആൻസർ ഓപ്ഷൻ എ, പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലൗഡ്, ഓഷ്യൻ, ഇക്കോസിസ്റ്റം. 16. GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ ഡി, only 1 and 3. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. 17. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, only 1 and 2. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. 18. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ? ആൻസർ ഓപ്ഷൻ എ, വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. 19. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ ശരി? ആൻസർ ഓപ്ഷൻ ഡി, all 1, 2 and 3. ഗ്രോസ് നാഷണൽ ഇൻകം = GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ടുന്ന പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം = ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസപ്ഷൻ ആയും തരംതിരിക്കാം. 20. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി, 5.8%. 21. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി,
പൗരത്വം. 22. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14. 23. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി 1971. 24. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. 25. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകോർണോ. 26. ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. 27. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ആൻസർ ഓപ്ഷൻ സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. 28. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 29. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. 30. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി 2011. 31. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി മണിപ്പൂർ. 32. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. 33. എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ശോണിതപുരം. 34. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി എം ജി വാസുദേവൻ നായർ. 35. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി പൂന്താനം നമ്പൂതിരി. 36. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി രാജസ്ഥാൻ. 37. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ ഡി 1955 മെയ് 11. 38. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ആൻസർ ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 39. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി മിലാനും കോർട്ടിന ഡി ആംബസോയും. 40. ഏത് സാഹിത്യകൃതികളിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ആൻസർ ഓപ്ഷൻ സി ഗീതാഞ്ജലി. 41. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ആൻസർ ഓപ്ഷൻ ഡി സ്കാനർ. 42. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? ആൻസർ ഓപ്ഷൻ എ വേർഡ് പ്രോസസർ. 43. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി വാൻ. 44. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ആൻസർ ഓപ്ഷൻ ബി ബ്രൗസർ. 45. IT ആക്ട് നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2000. 46. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം? ആൻസർ ഓപ്ഷൻ ബി 8.3 മിനിറ്റ്. 47. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി കണികാ ഭൗതിക ഗവേഷണം. 48. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്? ആൻസർ ഓപ്ഷൻ ഡി അണുസംയോജനം.
49. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കോശശ്വസനം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ദുബായ്, UAE. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 71/24. അപ്പോൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 3 മുതൽ നോക്കാം. 1ഉം 2ഉം ഒക്കെ ക്യാൻസൽ ചെയ്തതാണ്. 3. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, only 1 and 2. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. ഇനി അടുത്ത 11. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ തന്നിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. മൊത്തം അന്തരീക്ഷ ഓസോണിലെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ട്രോപ്പോസ്ഫിയർ, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയർ, അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. 12. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, കോട്ടപ്പുറം, കൊല്ലം. 13. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ജിയോസ്, USA, ഇൻസാറ്റ്, ഇന്ത്യ, സ്പോട്ട്, ഫ്രാൻസ്, ഉൽക്ക 3, റഷ്യ. 14. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, 1, 4 എന്നിവ ശരിയാണ്. ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. 15. താഴെ പറയുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, സൈലന്റ് വാലി. 16. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012-17 പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. 17ാമത്തെ ക്യാൻസലാണ്. 18. GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? ആൻസർ ഓപ്ഷൻ ബി, IGST. 19. ഫലപ്രദമായ റവന്യൂ കമ്മി ERD ഏതിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ എ, റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ്. 20. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ ഇക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്. ആൻസർ ഓപ്ഷൻ സി, വി അനന്ത നാഗേശ്വരൻ. 21. സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിവരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി, സിറ്റിസൺ ചാർട്ടർ. 22ഉം 23ഉം ക്യാൻസൽഡ് ആണ്. അടുത്ത് നോക്കാം. 24. NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, NREGA. അടുത്തത് 25. ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. 26. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ സി, 105. 27. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ.
ആൻസർ ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ റൈസാദ. 28ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 29 നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ബീഹാർ. 30ാമത്തെ ക്യാൻസൽ ആണ്. 31 കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. ആൻസർ ഓപ്ഷൻ സി നാട്യകൽപ ധ്രുമം. 32 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റും. 33 ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഗ്രീസ്. 34 ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ടെന്നീസ്. 35 നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ആൻസർ ഓപ്ഷൻ സി പി സി ഗോപാലൻ. 36 മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ട്. 37 ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി. ആൻസർ ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. 38 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. ആൻസർ ഓപ്ഷൻ ഡി സി വി രാമൻ പിള്ള. 39 ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 40 കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. 41 കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ആൻസർ ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി റോം. 42 ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര്. ആൻസർ ഓപ്ഷൻ സി ഇന്റർപ്രൈറ്റർ. 43 നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1930. 44 ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അഡ്വാൻസ്ഡ് നോംസ് ആൻഡ് നമ്പേഴ്സ്. 45 ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ലീവ് കെ ബ്രൂക്സ്. 46 താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ഉള്ളി 2 APJ അബ്ദുൽ കലാം. 47 ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ആൻസർ ഓപ്ഷൻ സി ഉള്ളി 1 സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് അതായത് ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. 48 ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ഉള്ളി 1 and 3 ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. 49 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ഉള്ളി 1 and 2 പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. 1980 വന സംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലവിൽ വന്നു. 50 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ഉള്ളി 1 and 2 ശനിയുടെ ഉപഗ്രഹമായ അല്ലെങ്കിൽ മൂൺ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി.
3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിഗ്രി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. അത് കുറച്ച് ക്വസ്റ്റ്യനേ കാണൂ, എന്നാലും അതും കൂടെ നോക്കി വെക്കാം.